പക്ഷേ നമ്മുടെ നിമിഷപ്രിയ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ഹർജി, പോൾ എന്ന് പറയുന്ന ആളൊരു ഹർജി കൊടുക്കുകയാണ്. ഇന്നോ നാളെയോ ആയിട്ട് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. 3-4 ദിവസത്തേക്ക് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിട്ടാണല്ലോ ഇവരുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഫലം കണ്ടില്ല എന്നുള്ളതാണോ? നിമിഷപ്രിയെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് അത് വസ്തുതയുള്ള ഒരു കാര്യമാണോ? നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന വലിയ ആന്തലും വലിയ ആശങ്കയും, ഒന്ന് നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്നതിൻ്റെ യാതൊരു തെളിവും ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ അപകടത്തിൽ തന്നെയാണ് എന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പൊതുമാധ്യമങ്ങളിൽ കിടന്ന് നിറഞ്ഞിരുന്ന ഒരാളും വേണ്ട വിധം അതിനകത്ത് ഇടപെട്ടതായിട്ട് ഇപ്പോഴും നമുക്ക് ബോധ്യമില്ല. ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാർത്ത ഞാൻ കണ്ടു. ഇദ്ദേഹം സുപ്രീം കോടതിയെ പോയി ബോധിപ്പിച്ചതാണ്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ആക്ഷൻ കൗൺസിൽ ഇവർക്കൊക്കെ എതിരാണ്. കെ എ പോളിനെതിരായിട്ട് അവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. കെ എ പോൾ വലിയ ഫ്രോഡാണ്, കെ എ പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് എന്ന വ്യാജേന ഒരു അക്കൗണ്ട് കൊടുത്തിട്ട് 8.5 കോടി രൂപ പിരിച്ചെടുക്കണം, ദിയാമണി കൊടുക്കണം, അതിനുവേണ്ടി പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സൂക്ഷിക്കുക, ഒരാളും അത്തരത്തിൽ വീണു പോകരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വിശദീകരണം വന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് അങ്ങനെ പബ്ലിക് ഫണ്ട് റേസിങ്ങിൻ്റെ ഒരു അക്കൗണ്ടും ഇല്ല, ആരും കൊടുക്കേണ്ടതില്ല. അപ്പോൾ കെ എ പോളിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ പരിഗണനയിലുണ്ട്. ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞത്, ഞാൻ കുറച്ച് ദിവസമായി, കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ യമനിലായിരുന്നു. ഞാൻ നിമിഷപ്രിയയുടെ അമ്മയെ കണ്ടു. നിമിഷപ്രിയയുടെ അമ്മയെ അവിടെ കൊണ്ടുപോയി, അത് പറഞ്ഞിട്ടില്ല അദ്ദേഹം. അമ്മയെ അവിടെ കൊണ്ടുപോയി വർഷങ്ങളായിട്ട് കഴിഞ്ഞ 1 കൊല്ലമായി പാർപ്പിക്കുന്നത് സാമുവൽ ജെറോം എന്ന പൊതുപ്രവർത്തകനാണ്. ഈ സാമുവൽ ജെറോമിനെ കുറിച്ചാണ് അടുത്ത ക്യാരക്ടർ. സാമുവൽ ജെറോമിനെ കുറിച്ച് ഇതേ ആക്ഷൻ കൗൺസിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. 2024 ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ എന്ന വ്യാജേന, അല്ലെങ്കിൽ അത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 40 ലക്ഷം രൂപയോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് $40,000 $40,000 യെസ്, $40,000 അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളൂല. നിമിഷപ്രിയയുടെ അമ്മയെ വെച്ചുകൊണ്ട് അയാൾ കാശുണ്ടാക്കുകയാണ് എന്നാണ് അവർ വന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിൽ ആരെയാണ്? സാമുവൽ ജെറോമിനെ നമുക്ക് വിശ്വസിക്കാൻ വയ്യ, കെ എ പോളിനെ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പോയി പറഞ്ഞിരിക്കുന്നത്, നിമിഷപ്രിയയുടെ, ഞാൻ യമനിൽ പോയപ്പോൾ എനിക്ക് നിമിഷപ്രിയയുടെ ഒരു കത്ത് കിട്ടി. ജയിലിൽ അമ്മയ്ക്കല്ലേ പോകാൻ പറ്റുള്ളൂ, അമ്മ മുഖേന ആയിരിക്കും ഒരു കത്ത് കിട്ടി. ആ കത്തിൽ നിമിഷപ്രിയ പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് പ്ലീസ്, ഇന്ത്യൻ മാധ്യമങ്ങളാണ് എൻ്റെ ജീവൻ അപകടത്തിലാക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബം, തലാലിൻ്റെ കുടുംബം വലിയ വാശിയിലാണ്. എനിക്ക് മാപ്പ് തരാൻ സാധ്യതയില്ലാത്ത വിധം പ്രകോപിതരാണ് എന്നാണ് അവർ പറഞ്ഞത്. അത്ര അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹം തന്നെ നേരത്തെ അവകാശപ്പെട്ടിരുന്നത്, ഞാൻ തലാലിൻ്റെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു, അവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണ്, 8.5 കോടി രൂപ വേണം എന്നൊക്കെ അവകാശപ്പെട്ട കെ എ പോളാണ് ഇപ്പോൾ പറയുന്നത് അവർ ബ്ലഡ് മണി പോയിട്ട് മാപ്പ് പോലും കൊടുത്തിട്ടില്ല, അവരെ പ്രകോപിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ആ കുടുംബം ബ്ലഡ് മണി വാങ്ങിയിട്ട് ഇത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു, കാശിന് വേണ്ടി അവർ സഹോദരൻ്റെ ചോര മറന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രകോപിതരാണ്. അതുകൊണ്ട് എൻ്റെ ഏത് സമയത്തും എൻ്റെ വധശിക്ഷ നടപ്പാക്കാം. 24 25 എന്ന് പറഞ്ഞാൽ നാളെയാണേ, നാളെയോ മറ്റന്നാളോ, അതെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള വാശിയിലാണ് അവർ. അതുകൊണ്ട് മാധ്യമങ്ങൾ ദയവായി മിണ്ടാതിരിക്കണം. ഒന്ന് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, കാന്തപുരത്തിനൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല. അത് കാന്തപുരത്തിൻ്റെ പ്രസ്താവന അല്ലെങ്കിലും സംശയാസ്പദമാണ്. കാന്തപുരം, ഞാൻ അവിടുത്തെ ഉമർ ബിൻ ഹാഫിസ് എന്ന മതപണ്ഡിതനുമായി അദ്ദേഹവുമായിട്ട് കാന്തപുരത്തിന് ബന്ധമുണ്ട്. ആ പണ്ഡിതൻ മർക്കസിൽ വന്നതായിട്ട് പത്രവാർത്തകൾ, കഴിഞ്ഞ ഏതൊരു സമ്മേളനത്തിന് വന്നതായിട്ട് പത്രവാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഉമർ ബിൻ ഹാഫിസിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്നാണ് ഈ കാന്തപുരം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കാണിച്ച ഒരു ഫാക്സ് സന്ദേശത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ഷെയ്ഖ് അബൂബക്കർ എന്ന് വിളിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ പണ്ഡിതൻ ആവശ്യപ്പെട്ടതനുസരിച്ച്
ഇന്ത്യൻ പൗരയായ ഈ ഇന്ത്യയുടെ പൗരത്വമുള്ള ഇവരുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടനുസരിച്ച് മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. മാറ്റിവെക്കുന്നതിൻ്റെ കാരണങ്ങൾ വേറെയാണ് അത്രേ, അത് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില അറബ് മീഡിയ അന്ന് പറഞ്ഞിരുന്നു ഇത് അന്ന് വലിയ വിവാദമായതുകൊണ്ട് ലോകമൊട്ടാകെയുള്ള ആളുകൾ ഇളകി വശായി സനയിലെ സെൻട്രൽ ജയിലിലേക്ക് വരുമോ, അത് അവിടെ വലിയ സംഘർഷം ഉണ്ടാക്കുമോ എന്ന് ഭയപ്പെട്ട് അതൊന്ന് ലോ പ്രൊഫൈലിലേക്ക് ഒതുക്കി വെക്കാൻ വേണ്ടി, ഹൈഡ് ചെയ്യാൻ വേണ്ടി തൽക്കാലം മാറ്റിവെച്ചതാണ്. വല്ല സ്ട്രാറ്റജിക് ആയ ഒരു നിലപാടാണ്. പിന്നീട് അധികം വൈകാതെ നടപ്പാക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ഇപ്പോൾ കാന്തപുരം അന്ന് പറഞ്ഞത് ശരിയല്ല എന്നൊന്ന്. രണ്ടാമത് കാന്തപുരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എല്ലാ പിന്തുണയോടും കൂടി ഞാൻ കൂടെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം കാന്തപുരം നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഞാൻ ഏർപ്പാട് നിർത്തി. നമ്മുടെ ജോലി കഴിഞ്ഞ സർക്കാർ അതെങ്ങനെയാണ്? നമ്മളൊരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങിയാൽ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് തോറ്റാലും ജയിച്ചാലും ആ പോരാട്ടം തുടരണ്ടേ? വഴിയിൽ വെച്ച് എങ്ങനെ പിന്നോട്ട് പോവുക? അപ്പോൾ അദ്ദേഹം എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹം ആദ്യം പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തതുകൊണ്ടോ ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടോ ഒരു പക്ഷേ ഈ വധശിക്ഷ നീട്ടിവെച്ചത് പോലും ഉടനെ നടപ്പാക്കുമെന്ന അറിയിപ്പ് അദ്ദേഹത്തിന് അറിവ് കിട്ടിയതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്തായാലും കാന്തപുരത്തെയും ഇപ്പോൾ കാന്തപുരവും ചിത്രത്തിലില്ല. KA പോൾ പണം പിരിച്ചു എന്ന് പറയുന്ന ആക്ഷേപത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ആകെ പോയി പറഞ്ഞത് മാധ്യമങ്ങളെ വിലക്കണം. അല്ല, ഈ KA പോളിൻ്റെ പേരിൽ വേറൊരു അലിഗേഷൻ ഉണ്ട് നേരത്തെ തന്നെ. അതായത് KA പോൾ ആവശ്യപ്പെട്ടത്, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ ഉണ്ട്, അപ്പോൾ എനിക്ക് വലിയ തോതിൽ ഇതിന് പൈസ ചിലവ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, അപ്പോൾ അതിന് ഈ പണം പിരിക്കാനുള്ള അനുമതി നൽകണം എന്നതാണ് ഈ പറഞ്ഞ മറ്റേ ഒരു ഫേക്കായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് പൈസ പിരിക്കാൻ നോക്കിയല്ലോ. അത് അദ്ദേഹം പറയും. ഇനി അതല്ല എങ്കിൽ ഇവരുടെ ഏതോ ഒരു അക്കൗണ്ട് ഉണ്ട് ഈ ഇന്ത്യയിൽ, ഇദ്ദേഹം പാസ്റ്ററാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നതിനുള്ള കുറേ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ആ മരവിപ്പിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഒന്നുകിൽ എനിക്ക് ഈ പൈസ പിരിക്കാനുള്ള അനുവാദം നൽകുക, അല്ലെങ്കിൽ എനിക്ക് ആ അക്കൗണ്ട് മരവിപ്പിച്ചത് മാറ്റുക, ആ അക്കൗണ്ട് എനിക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത. അത് ഒരു ബാർഗെയിനിങ് ആണ്. അദ്ദേഹത്തിന്റെ പഴയ സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിലൂടെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലുള്ള സുരേഷ് കൊച്ചാട്ടിൽ നമ്മുടെ ഒരു വിമിക്സ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്പർ 1 A to Z ഫ്രോഡാണ്, ഫ്രം സോൾ ടു ക്രൗൺ ഫ്രോഡാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളൂല. നിമിഷപ്രിയയുടെ കേസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തട്ടിപ്പാണ് എന്ന്. രണ്ടുപേരും ഹൈദരാബാദിലാണ്. ഇദ്ദേഹം ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള പാസ്റ്ററാണ്. സുരേഷ് കൊച്ചാട്ടിൽ എത്രയോ കാലമായിട്ട് ഹൈദരാബാദിലുള്ള തൃശ്ശൂർക്കാരനായ മലയാളിയുമാണ്. അദ്ദേഹം അത് ആണയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത, ഈ വാർത്ത ശരിയാകാതിരിക്കട്ടെ. നമുക്ക് ഇപ്പോൾ KA പോൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ലാത്തതുകൊണ്ട് ആ പ്രസ്താവനയിലും വിശ്വാസ്യതയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നല്ലത്. അതാണ് മനസ്സിന് സമാധാനം കിട്ടുക. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ വധശിക്ഷ നടപ്പാക്കുന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് ശരിയാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിമിഷപ്രിയ രക്ഷപ്പെടാനുള്ള വഴികൾ, എന്തായാലും നിമിഷപ്രിയ രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്ന്, ഈ കുടുംബത്തോട് ഇപ്പോഴും ആരെങ്കിലും സംസാരിച്ചുവോ? സംസാരിച്ചിട്ട് ദിയാമണി തീരുമാനിച്ചുവോ? ദിയാമണി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തയ്യാറാണ്. പൈസ കേരളീയനെ അറിയാലോ, എത്ര കോടി പിരിച്ചു കൊടുക്കാൻ ഒറ്റ ദിവസം കൊണ്ട് മതി. കേരളീയനും ലോകമെങ്ങുമുള്ള മലയാളികൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അത് തീരുമാനിക്കാൻ, അവരോട് സംസാരിക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോയി എന്നതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല അവിടെ ട്രൈബൽ ഈ ഗോത്രവംശ ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗോത്ര തലവന്മാരുടെ ഭരണത്തിന് മീതെയാണ് ഇവർ ഈ ഷിയ ഭരണകൂടം, ഹൂത്തി തീവ്രവാദികൾ വന്ന് ഭരിക്കുന്നത്. ഓർക്കേണ്ട കാര്യം, സുന്നി പണ്ഡിതന്മാർ ചെന്ന് സംസാരിച്ചാൽ ഷിയാക്കൾ കേൾക്കുമോ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ അത് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടിയിരുന്നത് കാന്തപുരം ഉസ്താദാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ ഇനിയില്ല, ഞാൻ കൈമലർത്തി, ഞാൻ ഈ നാട്ടുകാരനല്ല. പിന്നെ അദ്ദേഹം എന്തിന് ഇതിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് എന്തെങ്കിലും ഫലമുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞൊരു പത്രസമ്മേളനം അല്ലാതെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഇല്ല. കോടതിയിൽ പോയിട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് കാന്തപുരം ഉസ്താദിനെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സമിതിയെ ഇതിനു വേണ്ടി നിയമിക്കണമെന്നാണ്. ആ സമിതിയിൽ ഇദ്ദേഹം ഉണ്ടോ? അങ്ങനെ സമിതി ഉണ്ടായോ? കേന്ദ്ര ഗവൺമെൻറ് എന്ത് തീരുമാനമെടുത്തു? കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ അന്ന് പറഞ്ഞത്, കാന്തപുരം നടത്തിയ അന്ന് കൃത്യമായിട്ട് പറഞ്ഞത്, കാന്തപുരം നിങ്ങൾ പറഞ്ഞ പത്രക്കാരോട് പറഞ്ഞതാണ്, മന്ത്രി പറഞ്ഞ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഒരു പണ്ഡിതൻ ഈ കേസിൽ ഇടപെട്ടതായി യാതൊരു വിവരവും ഞങ്ങൾക്കില്ല എന്നാണ്. അപ്പോൾ കാന്തപുരം, KA പോള്, ആരൊക്കെ ഇടപെടുന്നു? മറ്റേ ഭാസ്കരൻ, എന്താണ് സാമുവൽ ഭാസ്കർ ഇടപെടുന്നു, സാമുവൽ ജെറോം ഭാസ്കർ എന്നത്തരം മുഴുവൻ പേര്. അപ്പോൾ അദ്ദേഹം
ഈ ഇടപെട്ടവരൊക്കെ ഈ പാവം പെണ്ണിൻ്റെ പ്രാണഭയത്തെ അല്ലെങ്കിൽ പ്രാണരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന നിലവിളിയെ കാശാക്കിയും പേരാക്കിയും രണ്ടും പണവും പ്രശസ്തിയുമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. യാതൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഇനി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത് എന്ന് കാത്തിരിക്കുകയും ചെയ്യാം.